എന്താ പതിവില്ലാതെ കിണ്ണമൊക്കെ പിടിച്ച് പരിപാടിയൊന്നും ആലോചിക്കേണ്ട. ഇത് വേറൊന്നല്ല, ഈ തിളച്ച് വന്ന ചായ അതിനകത്തോട്ട് ഒഴിച്ചു വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് രാവിലെ അല്ലെങ്കിൽ ഒരു 10-11 മണിക്കായാലും നമ്മൾ പുട്ടും കടലയും കഴിക്കുമ്പം ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എങ്ങനെയാണ്? അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പം പുട്ടും കടലയും മാത്രമല്ല, പുട്ടും പഴവും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നമ്മൾ അതും കൂടി കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സൗദി ഷവായ, അവിടേക്കാണ് അടുത്ത് പോയത്. തലശ്ശേരി എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആദ്യം വയറ് നിറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഷവായ ആയിരുന്നു, നല്ല ചിക്കനായിരുന്നു. പക്ഷേ സർവീസ് അവിടെ അധികം നല്ലതല്ലായിരുന്നു കേട്ടോ. അതവിടെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം 1 വീക്കിനടുത്ത് ആകുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായി വരുന്നതേ ഉള്ളൂ. പക്ഷേ മയണൈസും അതുപോലെ അതിൻ്റെ സൈഡ്സൊക്കെ തരാൻ അവർക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഫ്രൂട്ടൈസ് കഴിച്ച് നേരെ പോയത് MRAയിലോട്ട്. അവിടെ പോയി നല്ല കല്ലുമ്മക്കായും പഴംപൊരിയും പിന്നെ ഒരു സാധനം കൂടി കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാം സ്വീറ്റായി അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു കേക്കും കൂടി കഴിച്ചു. നല്ല അടിപൊളി ഹേസൽനട്ട് കേക്കായിരുന്നു. പിന്നെ ബംബോളിയും കൂടി കഴിച്ചു. പിന്നെ ഇതെന്താണെന്ന് പറയണ്ടല്ലോ, എൻ്റെ ഫേവറേറ്റ് കേർഡ് റൈസ്.